വേണുവേട്ടാ. രാജുവിനെ കൊണ്ടുവരാന്ന് പറഞ്ഞ ഹൃദയമോള് പോയിട്ട് നേരം കുറെ ആയല്ലോ. ആ കുട്ടിയെ കാണുന്നുമില്ല, ഒരു വിവരം അറിയാനും പറ്റുന്നില്ല. അത് തന്നെയാണ് ഞാനും ചിന്തിക്കണത്. എനിക്കാണെങ്കിൽ ഒരു മനസ്സമാധാനവും ഇല്ല. രാജുവിനെ പോലീസുകാർ ഉപദ്രവിക്കോ? എന്തിനാണ് പോലീസുകാർ അവനെ ഉപദ്രവിക്കുന്നത്? അവനല്ലോ അപകടം ഉണ്ടാക്കിയത്. ഹൃതികയുടെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമല്ലേ? അതിപ്പോ പോലീസുകാർക്ക് അറിയില്ലല്ലോ വേണുവേട്ടാ. അതുകൊണ്ടല്ലേ അവരവന് ജാമ്യം പോലും കൊടുക്കാത്തത്. അത് ശരിയാണ്. അങ്ങനെയാണ് പോലീസുകാർ കരുതുന്നെങ്കിലും അവനെ തല്ലുകയോ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ. അപകടങ്ങൾ ദിവസത്രേ നടക്കുന്നത്. അതിന് കാരണക്കാരായവരെ പോലീസുകാർ ഉപദ്രവിക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ രാജുവിനെ അവർ ഉപദ്രവിക്കില്ല. നീ വെറുതെ ആദ്യപ്പെടാതിരിക്കേ. എന്തൊക്കെ പറഞ്ഞാലും അവനെ എന്റെ മുമ്പിൽ കാണാതെ എന്റെ നെഞ്ചിടിപ്പും വെപ്രാളവും മാറില്ല. രാധേ, രാജുവിനെ ഏത് വിധനെയും പുറത്തിറക്കുമെന്ന് ഉറപ്പ് വന്നിട്ടല്ലേ ഹൃതികമോള് പോയിരിക്കുന്നത്. കൂടെ രമ്യുണ്ടല്ലോ. പറഞ്ഞതുപോലെ അവരെങ്ങനെയെങ്കിലും രാജുവിനെ പുറത്തു കൊണ്ടുവരും. കോടതിയിൽ ഹാജരാക്കാതെ രാജുവിന് ജാമ്യം കൊടുക്കാൻ പറ്റില്ലെന്നാണല്ലോ വേണുവേട്ടനോട് ആ SI പറഞ്ഞത്. എന്നോട് അയാൾ അങ്ങനെ തന്നെയാ പറഞ്ഞത്. ആ സ്ഥിതിക്ക് ഹൃതികമോള് രമ്യം പോയാ ആ SI സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുത്ത് രാജുവിനെ പുറത്തു വിടുവോ? എടീ, സ്റ്റേഷനിലേക്ക് പോയവര് നമ്മളെപ്പോലെ കേൾപ്പോരും കേൾവിയും ഒന്നും ഇല്ലാത്തവരല്ല. ഹൃതിക ആരാ? മന്ത്രിയുടെ മോളല്ലേ? ആ പരിഗണന SI മോളോട് കാണിക്കാതിരിക്കില്ല. അച്ഛനെ കൊണ്ട് സ്റ്റേഷനിൽ വിളിച്ചു പറയിപ്പിക്കാൻ പ്രയാസപ്പെടുന്ന ആ കുട്ടിക്ക് അച്ഛന്റെ സ്വാധീനം ഉപയോഗിക്കാൻ സാധിക്കുമോ? എന്തോ എനിക്കത്ര പ്രതീക്ഷയൊന്നും തോന്നില്ല വേണുവേട്ടാ. എടീ, ഒന്നും കാണാതെ ഏതായാലും ഹൃതിക രാജുവിനെ പുറത്തിറക്കാമെന്ന് നമുക്ക് ഉറപ്പ് തരില്ലല്ലോ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ആ കുട്ടി രാജുവിനെ പുറത്തിറക്കാനുള്ള എന്തോ ഒരു മാർഗം വ്യക്തമായി മനസ്സിൽ കണ്ടിട്ടുണ്ട്. എന്റെ ശ്രീ പരമേശ്വര, എന്റെ മോനെ എത്രയും പെട്ടെന്ന് ഈ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. രാജുവിനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാൻ ഹൃതികമോളെ അവിടുന്ന് സഹായിക്കണേ. രാധേ, പ്രതീക്ഷ കൈവിടാതിരിക്കേ. ഹൃതികയും രമ്യയും രാജുവിനെ കൊണ്ടുവരും. ഇവിടെ ആരും ഇല്ലടാ. എനിക്കൊരു ചിക്കൻ ഫ്രൈ കൊണ്ടുതരാൻ. ചേട്ടാ, ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കഴിച്ചോ. കാശിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. രാജേഷിന്റെ പോക്കറ്റിലേ ലക്ഷങ്ങളുണ്ട്. ലക്ഷങ്ങൾ ഒരു കാറിന്റെ മുമ്പിൽ വീണ ലക്ഷങ്ങൾ കിട്ടുമെന്നറിയാൻ ഞാൻ വൈകിപ്പോയി. ഈ രാജേഷ് ഇത് എവിടെ പോയി കിടക്കുക? വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ്. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ആ ഇരുതല കോളനിയിലെ രാജേഷ് ഇവിടെ ഉണ്ടോ? ആര്? ബ്ലേഡ് രാജേഷോ? ആ, അവൻ തന്നെ. അവൻ ആ ടേബിളില് അവനോട് ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയോ? പിന്നെ പോലീസുകാരെ ഒന്ന് അന്വേഷിക്കാം. കണ്ടില്ലേ, ഇത്രയും നേരം അവൻ ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. നമ്മളെ കണ്ടിട്ട് അവൻ ഇവിടുന്ന് ഓടിയതായിരിക്കോ? അങ്ങനെ ആവാനാണ് സാധ്യത. ഏയ്, അതൊന്നും ആവില്ല. അവനെ ഇവിടെ എവിടെയെങ്കിലും തന്നെ മറിഞ്ഞിരിക്കുന്നുണ്ടാവും. എടാ ബ്ലേഡ് രാജേഷ്, മര്യാദക്ക് ഇറങ്ങി വരുന്ന നിനക്ക് നല്ലത്. ഈ രമ്യ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. നിങ്ങൾ കാരണം ഒരു പാവം ചെറുപ്പക്കാരന്റെ ഇപ്പൊ ജയിലില്ല. ഞാൻ നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും തരാം. പ്ലീസ്, ഞങ്ങൾ കൂടെ ഒന്ന് സ്റ്റേഷൻ വരെ വരണം. ഇങ്ങനെ പറഞ്ഞാലൊന്നും അവൻ വരാൻ പോകുന്നില്ല ഹൃതിക. സകല അടവും പഠിച്ച ഫ്രോഡല്ലേ അവൻ. വാ, നമുക്ക് ഈ പരിസരത്തെല്ലാം തിരയാം. അവൻ ഓടുന്നു.
ദേ വേണ്ട, വേണം തുറന്നില്ലേ? അടുത്തേക്ക് വരരുത്, വരരുത്. രാജേഷേ വേണ്ട, നീ കത്തി താഴെ ഇട്. പിന്നെ ഒരു പീറ കോൺസ്റ്റബിൾ ആജ്ഞാപിച്ച ഈ ബ്ലേഡ് രാജേഷ് അനുസരിക്കുന്ന കരുതിയോ? ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് പൊയ്ക്കോ, അതാ നിങ്ങൾക്ക് നല്ലത്. പോകാനാ പറഞ്ഞേ. ഡാ, എന്നെ വിടാൻ. നടക്കടാ അങ്ങോട്ട്. ആക്സിഡന്റ് കേസോ? വിടണ്ട. വണ്ടി ഓടിച്ച ആളെ നൈസായിട്ടെങ്കിലും കൂട്ടിക്കൊണ്ട് പോരെ. ഓഹോ, പെണ്ണാണെങ്കിൽ പെരുത്ത് സന്തോഷം. പെട്ടെന്നങ്ങ് പേടിച്ചോളൂ. സ്വർണമോ പണമോ എന്താണെന്ന് വെച്ചാ വാരിക്കോരി ചുരിയും. എന്താടി ഇത്? സ്ത്രീകളോട് ഒരല്പം കൂടി ബഹുമാനത്തോടെ പെരുമാറണം സാർ. ആരായാള്? ഒരു കേസിലെ പ്രതിയാ, സാറിന്റെ മുന്നിൽ ഹാജരാക്കിയതാ. പ്രതിയോ? ഏത് കേസിലെ പ്രതി? രാജുവിന്റെ ആക്സിഡന്റ് കേസാണ് സർ. രാജു ഓടിച്ച കാർ ഇടിച്ചെന്നും മരിച്ചെന്നൊക്കെ പറയുന്ന രാജേഷ ഈ നിൽക്കുന്നേ. സാറിനൊരു പക്ഷേ മുഖപരിചയം ഉണ്ടാവില്ല. രാജുവിനെ കേസിൽ കൊടുക്കാൻ കാശ് വാങ്ങി കീശയിലോട്ടിട്ടപ്പോ ചുരുങ്ങിയ പക്ഷേ ആക്സിഡന്റ് പറ്റിയെന്ന് അവകാശപ്പെട്ട ആളുടെ ഫോട്ടോ എങ്കിലും വാങ്ങിച്ച് കാണണമായിരുന്നു സാർ. അതെടി, ഞാൻ രാജുവിനെ കൊടുക്കാൻ കാശ് വാങ്ങി കീശയിലിട്ടത് തന്നെയാ. ഒരു സംശയവും വേണ്ട. നിനക്കൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊന്ന് കാണണം. ഈ സ്റ്റേഷനിൽ എസ് ഐ ഞാന്. ഇവിടെ ആരാ പ്രതി ആരാ വാദി എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ഈ ഞാനൊരു ചുവപ്പ് നാടയിട്ടൊരു ഫയൽ മുറുക്കിയ അതൊരു തന്റെ കഴുത്തിൽ വീണ കുരുക്ക് തന്നെയാ. അതിനു മുകളിൽ അന്വേഷണം നടത്താൻ നീയൊക്കെ ആരാ? CBI യോ അതോ എൻഫോഴ്സ്മെന്റോ? നീ എന്റെ സബോർഡിനേറ്റാ, അത് ഓർത്തോണം. തൊപ്പി ഞാൻ തെറിപ്പിക്കും. നടക്കില്ല സാർ. എന്ത്? എന്റെ തൊപ്പി തെറിപ്പിക്കാൻ സാറ് നോക്കിയാൽ നടക്കില്ല എന്ന്. എന്തിന്റെ പിൻബലത്തിലാ നിന്റെ ഈ നെകളിപ്പ്? നിന്റെ അവിടുത്തെ കോളനിയിലെ അന്നന്നത്തെ അന്നത്തിന് മാനം നോക്കുന്ന ദരിദ്രവാസികളുടെയോ അതോ ഏതെങ്കിലും ലോക്കൽ രാഷ്ട്രീയ നേതാവിന്റെയോ? അതുമല്ലെങ്കിൽ അന്നിവിടെ വന്നു കയറിയ ആ ഉണക്ക വാർഡ് മെമ്പറിന്റെയോ? ഋതിക മാഡം, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വർമ്മ സാറിന്റെ മോൾ. ഓഫീസർ, മാഡം, നിങ്ങൾ ചുവപ്പ് നാടയിട്ട് കുടുക്കിയ കേസുകളുടെ കൂട്ടത്തിൽ ഇനി രാജുവിന്റെ പേരുണ്ടാവാൻ പാടില്ല. ഒപ്പം ഇല്ലാത്ത ആക്സിഡന്റ് സൃഷ്ടിച്ചതിനും കള്ളക്കേസ് വഴി ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചതിനും ഇയാൾക്കെതിരെ കേസെടുക്കണം. ഇയാൾക്കെതിരെ മാത്രമല്ല, ഇയാൾക്ക് പിന്നിൽ ആരൊക്കെയുണ്ടോ അവർക്കെതിരെ എല്ലാം. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പ്രതാപ് വർമ്മയുടെ മകൾ ഋതിക വർമ്മയായി പറയുന്നത്.
അച്ഛനെ കൊണ്ട് വിളിപ്പിക്കണോ ഞാൻ? വേണ്ട വേണ്ട മേഡം. എങ്കിൽ എല്ലാം പറഞ്ഞതുപോലെ നടക്കണം. ശരി മേഡം, ചെയ്യാം മേഡം. രമ്യ, ആ പിന്നെ വേറൊരു കാര്യം. എന്താ മേഡം? ന്യായത്തിന്റെ പക്ഷത്ത് നിന്നതുകൊണ്ട് മഞ്ജു ചേച്ചിക്കെതിരെ ഒരു പ്രതികാര നടപടിയും ഉണ്ടാകരുത്. ശരി മേഡം. ചേച്ചിയെ ഒരു നോട്ടം കൊണ്ടുപോലും വേദനിപ്പിച്ച തെറിക്കുന്നത് നിങ്ങളുടെ തൊപ്പിയായിരിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി മേഡം. ഇവനെ ഇനി എന്ത് ചെയ്യണം സർ? ഈ മറ്റവനെ സില്ലിൽ എങ്ങനെ കൊണ്ടുപോയി തള്ളു. ഛേ, നാശം. അയ്യോ, ഈ പ്രതിയെ ആ സെല്ലിലടയ്ക്കാൻ മാഡത്തിന് ബുദ്ധിമുട്ടുണ്ടാവോ ആവോ? നടക്കണം അങ്ങോട്ട്. രാജു, എഴുന്നേക്ക് വാ. അതൊക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി, ഞാൻ നടന്നോളാം. രാജു, കുഴപ്പമൊന്നുമില്ല. യാമിനി, ഋതുമോൾ എവിടെ? ഋതു ഋതുമോള് റൂമിലില്ലല്ലോ. അവൾ എവിടെ പോയി? ഋതുമോള് മുറിയിലുണ്ടായിരുന്നല്ലോ ചേച്ചി. എവിടെ? ഞാൻ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. യാമിനി, എന്തിനാ യാമിനി നുണ പറയുന്നേ? ഈ കുടുംബത്തിലെ ഓരോരുത്തരുടെ ശബ്ദം മാറിയ എനിക്കറിയാം. ഋതിക ഇവിടെ ഉണ്ടെന്ന് യാമിനി പറഞ്ഞ നുണയല്ലേ? അത് പ്രഥമേട്ട, ഋതുമോൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ അവൾ ഇവിടെ ഇല്ല അല്ലേ? എവിടെ അവള്? തന്നിഷ്ടത്തിന് അവൾ എവിടേക്കാ പോയത്? ഞാൻ പറയാം പ്രതാപ. അമ്മ ഇല്ലാത്ത കുട്ടിയാണല്ലോ എന്ന് കരുതി ഞാനും അവളെ ഒരുപാട് ലാളിച്ചു. അവളുടെ ചെയ്തികളൊക്കെ കുസൃതികളായി കണ്ട് ഞാനും ചിലതൊക്കെ നിന്നോട് മറച്ചു വെച്ചു. പക്ഷേ അവൾ അതിരി വിടുകയാ. നിന്നെ ധിക്കരിച്ച് തനിയെ കാറെടുത്ത് ആക്സിഡന്റ് ഉണ്ടാക്കിയത് പോരാഞ്ഞിട്ട് വീണ്ടും അവള് പോയിരിക്കുക. എവിടേക്ക്? പോലീസ് സ്റ്റേഷനിലേക്ക്. എന്തിന്? വീണ്ടും എന്ത് പുകലുണ്ടാക്കാനാ അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നേ? മറ്റൊന്നിനുമല്ല, രാജുവിനെ നിരപരാധിയാണെന്ന് തെളിയിച്ച് അവൾക്ക് അവനെ ജയിൽ മോചിതനാക്കണം പോലും. രാജുവിനെ ജയിൽ മോചിതനാക്കാനോ? അതെ പ്രതാപ. ഒരു മന്ത്രിയുടെ മകളാണെന്ന് പോലും മറന്ന് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ജോലിക്കാരന് വേണ്ടി അപേക്ഷിക്കാൻ പോയിരിക്കുക അവള്. പുറത്തറിഞ്ഞ നിനക്കല്ലേ അതിന്റെ അപമാനം. അപ്പോ അവള് രാജുവിനെ ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുമോ? എന്താ പ്രതാപ ഇത്? അവള് കാണിച്ച ധിക്കാരമല്ലേ? കണ്ടോ അമ്മ, ചേച്ചിയെ ഈ അമ്മായിക്ക് എപ്പോഴും കുറ്റക്കാരിയാക്കണം. അതാണല്ലോ അവരുടെ ജന്മോദ്ദേശം. അവള് വലിയ തെറ്റാ ചെയ്തത്. അതിന് പിന്നാലെ ആരോടും പറയാതെ വീടിന് പുറത്തു പോയി വീണ്ടും തെറ്റ് ചെയ്തു. അവള് പോലീസ് സ്റ്റേഷനിൽ പോയതും തെറ്റാ. പക്ഷെ എനിക്ക് ദേഷ്യം വരുന്നില്ല ചേച്ചി.
ഇത്തവണ അവൾ ചെയ്തത് തെറ്റായി എനിക്ക് തോന്നാത്ത എന്താ ചേച്ചി? ഒരു മിനിസ്റ്ററായ എന്നെ കൊണ്ട് ചെയ്യാനാവാത്ത കാര്യം അവളെ കൊണ്ട് സാധിക്കുമോ? തന്നിഷ്ടത്തിന് ഉറച്ച തീരുമാനത്തിൽ സ്വയം ജയിലിലേക്ക് പോകാൻ തയ്യാറായ രാജുവിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ ഞാൻ പോയില്ല. എനിക്കതിന് തോന്നിയില്ല. പക്ഷെ അവൾക്ക് പോകാൻ തോന്നി. ആ ശരിയാ, എന്നെയല്ലേ അവൻ വാക്കുകൾ കൊണ്ട് ബന്ധിച്ചത്, അല്ലാതെ പ്രതീകമായിട്ടല്ലോ. പക്ഷെ അവൾക്ക് ഇങ്ങനെയൊക്കെ നല്ല ബുദ്ധി തോന്നി തുടങ്ങിയത് എന്നു മുതലാ? പോട്ടെ ചേച്ചി, ആദ്യമായിട്ട് അവളൊരു നല്ല കാര്യം ചെയ്തതല്ലേ. ഒരു നിരപരാധിയെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവൾ ശ്രമിക്കുന്നു. ആദ്യമായിട്ട് അവളെ കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു. ശേഖര, കേട്ടില്ലേ? രാജു വരുന്നെന്ന്. എന്റെ വിശ്വസ്തൻ തിരിച്ചു വരുന്നു. എനിക്കുണ്ടായിരുന്ന കുറ്റബോധം എല്ലാം പോയി. അതെ ചേട്ടാ, കേട്ടപ്പോ എനിക്കും ഒരുപാട് സന്തോഷമായി. അല്ലെങ്കിലും ഋതുമോളും ഇടിക്കുക. വലിയ ഋതു ചേച്ചി രാജു ചേട്ടനും വരുന്നു. എന്തിനാ നീ വന്നേ? ആദ്യമായിട്ട് എന്നോട് എതിര് സംസാരിച്ച് എന്നെ ധിക്കരിച്ച് നീ ഇവിടെ ഇറങ്ങി പോയതല്ലേ. പിന്നെ എന്റെ നേരെ ശബ്ദം ഉയർത്തി എന്റെ വായു അടപ്പിച്ചു. പിന്നെ എന്ത് ധൈര്യത്തിലാ എന്റെ മുന്നിലേക്ക് നീ കയറി വന്നത്? എന്റെ വർമ്മ സാറ് എന്നെ ഒന്നും പറയില്ല എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഇവിടേക്ക് കയറി വന്ന. രാജു, നിന്റെ വാക്ചാതുര്യം കൊണ്ട് എന്നെ സമാധാനിപ്പിക്കാൻ നീ കരുതണ്ട. എനിക്ക് നിന്നോട് ദേഷ്യമാണെങ്കിൽ വർമ്മ സാറിന് എന്നെ ശാസിക്കാം, എന്നെ അടിക്കാം. പക്ഷേ എന്നും വർമ്മ സാറിന്റെ സേവകനായി സാറിന്റെ തണലിൽ ജീവിക്കാനാ ഈ രാജുവിന് ഇഷ്ടം. രാജു, എത്രയാണ് നിന്റെ പ്രായം? ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വിവേകവും വിശാലമായ മനസ്സ് നിനക്ക് എങ്ങനെ ഉണ്ടായി? എല്ലാം ഞാൻ എന്റെ വർമ്മ സാറിനെ കണ്ടാ പഠിച്ചത്. ഒപ്പം ജോലി ചെയ്യുന്ന എനിക്ക് വർമ്മ സാർ തരുന്ന സ്ഥാനവും പരിഗണനയും സഹായങ്ങളും കണ്ട ഒരു മനുഷ്യനായ എങ്ങനെ ആവണമെന്ന് ഞാൻ പഠിച്ചത്. ഒരുപാട് സന്തോഷമായി രാജു. എന്തായാലും നീ തിരിച്ചൊന്നല്ലോ. എന്റെ മനസ്സിന്റെ ഭാരം കുറഞ്ഞു. ആർക്ക് വേണ്ടിയാണോ ഞാൻ അറസ്റ്റിലായത്, ആരുടെ പേരിലാണോ കളങ്കം വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചത്, അതേ ഋതിക മാഡം വലിയൊരു റിസ്ക് എടുത്ത് എന്നെ ജയിൽ മോചിതനാക്കി. ആഹാ, രാജു വന്നോ? കൊള്ളാലോ. ഐ എം സോ ഹാപ്പി. വർമ്മ സാറേ, ശരിക്കും ആ ആക്സിഡന്റ് പറ്റിയ ആൾക്ക് നിസ്സാരമായ പരിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനഃപൂർവ്വം ഋതിക മാഡത്തിന്റെ കാറിന്റെ മുമ്പിലേക്ക് വന്ന് വീണ് നാടകം കളിച്ചതാ. എന്തിനാണെന്ന് ഞാൻ അന്വേഷിക്കാം വർമ്മ സാറേ. ഋതിക മാഡത്തെ മനഃപൂർവ്വം കെണിയിലാക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട്. ആരോ ഒരാൾ മാഡത്തിന്റെ പിന്നാലെ ഉണ്ട്.
ആരാ അത്? നിനക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയ് രാജു. നിനക്ക് സംശയം തോന്നിയാൽ അതിനൊരു ന്യായം ഉണ്ടാവും. അത് ആരായാലും ശരി, അവനെ ഞാൻ ലോക്കപ്പിലാക്കും. പറയാൻ വർമ്മ സാറേ, ആരാണെന്ന് കണ്ടുപിടിച്ച് എല്ലാ തെളിവുകളോടും കൂടി ഋതിക മാഡത്തിന്റെ പിന്നിലുള്ള ആളെ വർമ്മ സാറിന്റെ കാൽ ചവിട്ടി ഞാൻ ഇട്ടുതരാം.